ഹലോ ഫ്രണ്ട്സ്, എൻആർനോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC പുതുതായിട്ട് പുറത്ത് വിട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 35/2026 ആണ്. ഇതിൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ 30-ാം തീയതിയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇത് 1/7/2026 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അടുത്ത മാസം 1-ാം തീയതി വരെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 23,000 to 50,200 വരെ നമുക്ക് സ്കെയിൽ ഓഫ് പേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്കാണ് 5 വേക്കൻസിയാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ 18 to 45 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏജ് റിലാക്സേഷന് ഇതിലില്ല. ഓൾറെഡി ഇത് 45 വയസ്സ് വരെ അല്ലേ ഇത് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏജ് റിലാക്സേഷൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ SSLC പാസ്സായിട്ടുള്ള ഒരു ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അപ്ലൈയും കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ കേരള PSCയുടെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതിലൂടെ തന്നെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 ടൈം പ്രൊഫൈൽ ഉണ്ടാക്കിയിടുക. പിന്നെ അതിലൂടെ കയറിയിട്ട് നിങ്ങൾ കാറ്റഗറി നമ്പറൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 1/7/2026 വരെയാണ് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാവരും നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യുക. നല്ലൊരു വേക്കൻസിയും കാര്യങ്ങളുമാണ്. അപ്പം കാരണം കേരള PSCയുടെ ഈ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇതാണ്, അതായത് നല്ലൊരു പോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ഇതിന് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യും, എക്സാമൊക്കെ എഴുതും. പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കിത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇതിനുള്ള പ്രിപ്പറേഷനൊക്കെ എടുത്ത് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും കിട്ടും. 5 വേക്കൻസി ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വായിച്ച് നോക്കിയിട്ട് അപ്ലൈയും കാര്യങ്ങളൊക്കെ ചെയ്യാം.